പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യൽ ക്ലാസ്സിൻ്റെ പ്ലാൻ ചെയ്ത് ചുരിദാർ കട്ടിങ്ങാണ്. ചുരിദാർ കട്ടിങ് നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുകൊണ്ട് സ്കെയിലെടുത്തിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ മടക്കി അടിക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം എത്ര ഇഞ്ചാണോ ലെങ്ത്, ആ ലെങ്ത് എത്രയാണെങ്കിലും ആദ്യം മാർക്ക് ചെയ്യുക. രണ്ടാമത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക 14-15. മൂന്നാമത് നമ്മുടെ നെക്കിൻ്റെ ആ ഭാഗം ഏറ്റവും മുകളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഏത് നെക്കാണേലും സ്ട്രെയിറ്റ് സ്കെയിലിൽ ആദ്യം വരയ്ക്കുക. 6 ഇഞ്ചാണെങ്കിലും 6.5 ഒക്കെ ആണെങ്കിലും ആദ്യം സ്ട്രെയിറ്റ് സ്കെയിലിൽ ഒരു സ്ക്വയർ വരച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ നെക്ക് മോഡൽ തീരുമാനിക്കാവുള്ളൂ. അത് കഴിഞ്ഞ് ഇടവണ്ണം മാർക്ക് ചെയ്യുക, പിന്നെ സ്ലിറ്റ് മാർക്ക് ചെയ്യുക. ഇത്രയും 3 മാർക്കിങ്ങിന് ശേഷവും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലൂസിലേക്ക് പോകണം. ലൂസ് നോക്കുമ്പം നമ്മൾ തൊട്ടുവണ്ണത്തിൽ നിന്നും നമ്മൾ ഏത് രീതിയിലുള്ള ചുരിദാറാണോ അത് നോക്കി നമ്മൾ 3 ഇഞ്ച്, 4 ഇഞ്ച്, 5 ഇഞ്ച് അത് ഒരു ടൈലറിന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എഴുതിയിട്ട് ബോഡി വണ്ണത്തിനോട് 5 ഇഞ്ച് കൂട്ടിയിട്ടുള്ള അടവ് ആ മാർക്കിൽ തന്നെ കൊടുക്കണം. സ്ലിറ്റിൻ്റെ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പം 40 ഇഞ്ചാണ്, 45-ൻ്റെ കൂടെ 4 ചേർത്തിട്ട് 44-ൻ്റെ പകുതി നമ്മൾ ആ പീസിൽ എഴുതി കൊടുക്കണം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഇപ്പം 3 ഇഞ്ചാണ് കൂട്ടിയിട്ട് ഒരു 11 ഇഞ്ച് വന്നാൽ ആ 11 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടി ഏറ്റവും താഴെ ഇട്ടിട്ട് ക്രോസായിട്ട് വരച്ചാൽ മതി. അപ്പോൾ പ്ലെയർ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് അത് മേൽവശം പിടിക്കുകയും തിരിച്ചിങ്ങോട്ട് പിടിക്കുകയും ചെയ്യണം. അപ്പം കറക്റ്റായിട്ട് ചുരിദാറിൻ്റെ സൈഡ് ഷേപ്പ് കിട്ടും. പിന്നെ നമ്മൾ വണ്ണം കൂട്ടാനായിട്ട് 1.25 ഇഞ്ച് സൈഡിൽ മാർക്ക് ചെയ്തിടണം. ഏതെങ്കിലും ആവശ്യത്തിൽ വണ്ണം ഒന്ന് കൂട്ടേണ്ടി വന്നാൽ നമുക്ക് കൂട്ടാൻ വേണ്ടി 1.25 മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് സ്കെയിൽ തിരിച്ച് പിടിക്കുന്നുണ്ടോ അങ്ങനെ തന്നെ മാർക്ക് ചെയ്യും. അപ്പോൾ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ സ്ലിറ്റിന് നമ്മൾ 3/4 ഇഞ്ചോളം മടക്കി അടിക്കാനുള്ള ഇടണം. 2 മടക്കി മടക്കിയാൽ ഒറ്റ മടക്കിലടിച്ചാൽ നമുക്ക് അതുപോലെ തന്നെ വൃത്തിയായി കിട്ടും. ഇത്രയും ക്ലിയർ ചെയ്തതിന് ശേഷം കൂടെ നമ്മൾ ചുരിദാർ വെട്ടാവണം. അപ്പോൾ ഹാം ഗോൾ മാർക്ക് ചെയ്ത് തരാം. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തൊട്ട് വണ്ണത്തിൻ്റെ 4/1 1.5 ഇഞ്ച് കുറച്ച് നമുക്ക് ഹാം ഗോൾ മാർക്ക് ചെയ്യാം. ഞാനൊന്ന് വൈഡായിട്ട് നിങ്ങളെ കാണിച്ച് തരാം. നിങ്ങൾ നോക്കിക്കോളൂ. സ്ക്വയർ വരച്ച് നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും റിഗാണിൻ്റെയും സൈഡ് ലൂസിൻ്റെയും ഒക്കെ കുറച്ച് സ്പീഡായിട്ടാണ് വീഡിയോ പോകുന്നത്, കാരണം ലെങ്ത് ഇച്ചിരി കൂടുന്നുണ്ട്. അപ്പം ഒരിക്കൽ കൂടി നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇപ്പം നമ്മളതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. ഇപ്പം നമ്മൾ ആദ്യം ആ നെക്ക് ഇത് റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നെക്കാണ്. അതിൻ്റെ നെക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്തു. 2 ചുരിദാർ സെറ്റാണ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഷോൾഡറിൽ നമ്മളൊരു 1/2 ഇഞ്ചോളം ഷേപ്പ് കൊടുത്തിട്ട് ഹാം ഗോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഹാം ഗോളും സൈഡും ക്ലിയർ ആക്കി തരും. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നും കൂടെ വൈഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു വശം മനസ്സിലാവുന്നുണ്ട്. കത്രി പിടിക്കുന്നു ഏത് ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ച് നമ്മുടെ മേളിൽ നിന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. അങ്ങനെ ഇതുകൊണ്ട് ഈ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തതായിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഒരു പൊളവില്ലാതെ തന്നെ കിട്ടും. ഇപ്പം ഞാനൊരു നേഴ്സിങ്ങിൻ്റെ വൈറ്റ് യൂണിഫോം ചുരിദാറാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാഗിനൊക്കെ ഏറ്റവും അടിവശത്ത് നമ്മളൊരു 3/4 ഇഞ്ചോളം ഷേപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. തുടങ്ങി ആ സ്ലിറ്റിൻ്റെ ഭാഗത്തോട്ടൊരു 3/4 ഇഞ്ച് ഷേപ്പ് കൊടുത്താൽ കുറച്ചുകൂടി ചുരിദാർ നല്ല റൗണ്ടിൽ നിൽക്കും. ഞാനിപ്പോൾ അടിവശം എടുത്ത് കളഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ബാഗിനൊക്കെ വെട്ടാൻ പോവാണ്. ബാക്ക് നെക്ക് വെട്ടുമ്പം തിരിച്ചും നോക്കണം. ബാഗും നമ്മൾ ഫ്രണ്ട് നെക്കിന് സ്ക്വയർ വരച്ച പോലെ തന്നെ ഫസ്റ്റ് സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചതിന് ശേഷം നമ്മൾ റൗണ്ട് ക്ലിയർ ചെയ്യാവുള്ളൂ. ഇപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് 4 ഇഞ്ച് താഴോട്ട് താത്തു ഒരു മാർക്ക് കൊടുത്തു. നേരെ ഒരു ലേശം 1/2 ഇഞ്ച് തള്ളി പിടിച്ച് സ്ക്വയർ വരച്ചതിന് ശേഷമാണ് നമ്മൾ റൗണ്ട് വരയ്ക്കുക. അപ്പോൾ ഒരു കാരണവശാലും റൗണ്ടിൻ്റെ വ്യത്യാസം വരത്തില്ല. ഇതുപോലെ സ്ക്വയർ വരയ്ക്കുക, എന്നിട്ട് റൗണ്ട് വരച്ച് കൊടുക്കുക. റൗണ്ട് വരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ റൗണ്ടിൻ്റെ ഷേപ്പ് വളരെ വൃത്തിയായി തന്നെ നമുക്ക് കിട്ടും. കട്ട് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. കണ്ടോ, അങ്ങനെ നമ്മൾ വരച്ചതിന് ശേഷം റൗണ്ടൊന്ന് വരച്ച് കൊടുക്കുക. റൗണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെട്ടുവാണെങ്കിൽ കൃത്യമായിട്ടിരിക്കും. ഇപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കി ഒരു 4 ഇഞ്ചും ഫ്രണ്ട് ഒരു 6 ഇഞ്ച് ഇറക്കിയാൽ സുഖമായിട്ട് നമുക്ക് തല കടന്നു വരും. പക്ഷെങ്കിൽ അതിന് ബാഗിനേക്ക് കുറവാണെങ്കിൽ നമ്മൾ ഇടാൻ നേരം തല കടന്ന് വരത്തില്ല. അങ്ങനെ തന്നെ മേളിൽ നിന്ന് വെട്ടാതെ അടിവശത്ത് നിന്ന് തന്നെ റൗണ്ട് എപ്പോഴും വെട്ടണം. വെട്ടുമ്പോഴത്തേനും റൗണ്ട് കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. നമ്മളൊരു തയ്ക്കുന്ന ഒരു തയ്യക്കാർക്ക് കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും വളരെ ഈസി ആയിരിക്കും.
ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് വെട്ടുക. രണ്ടും ഒരുമിച്ച് വെട്ടാനുള്ള തീരുമാനത്തിലേക്ക് പോകരുത്. കാരണം എന്നാലേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടിവശം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ വൈഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഹാം ഗോളും നെക്കും എല്ലാം നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവുന്നുള്ള വീഡിയോയിലൂടെ. ഇത് വണ്ണം എഴുതി കൊടുക്കുന്നത് കണ്ട് യോക്കിൻ്റെയും മേൽവശത്തിൻ്റെയും തൊട്ട് താഴത്തെയാണ്. എന്നിട്ട് നമ്മൾ ഹാം ഗോൾ അളക്കുന്ന ഒരുവിധം കാണിച്ചു തരാം. ടേപ്പിൻ്റെ ഏറ്റവും 1 തുടങ്ങുന്ന ഭാഗം വിളിച്ചിട്ട് ഓരോ ഇഞ്ചിലും നമ്മൾ കൈ ആ റൗണ്ട് വശത്ത് വരച്ച് കൊടുക്കണം. ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാം ഗോൾ എത്ര ഇഞ്ച് വന്നു എന്ന് മനസ്സിലാക്കും. കൈ വെട്ടാൻ നേരം നമുക്ക് അത് ഒന്ന് നോക്കാം. പിന്നെ തീർന്ന് കിട്ടുന്ന അളവ് നമുക്ക് ആ മാർക്കിൻ്റെ ഇപ്പുറത്തോട്ട് നോക്കാൻ കഴിയും. അപ്പോൾ 17.5 18 ഒക്കെ വരുമ്പോൾ അതിൻ്റെ പകുതി 9 8.75 8.5 എന്നൊക്കെയാണെങ്കിൽ ആ അളവാണ് നമ്മൾ കൈക്ക് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ കൈ വെട്ടുന്നതിൻ്റെ ഒരു വിധം നോക്കിയോ. ഇങ്ങനെ തുണി ഇങ്ങനെ മടക്കിയിട്ടു. ഇത് 60 ഇഞ്ച് വീതിയുള്ള തുണി ആയതുകൊണ്ടാണ് അത്രയും ഇത് വരുന്നത്. അതിനുശേഷം നമ്മൾ എത്രയാണോ 14.5 13 3/4 കൈയാണ് ഇതിൻ്റെ. നമ്മൾ 1/2 ഇഞ്ച് മേളിൽ തുമ്പും കൊടുത്ത് താഴോട്ട് എത്രയാണോ ഇറക്കം വരുന്നത് അത്രയും നമ്മൾ എപ്പോഴും സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു ഉദ്ദേശം അനുസരിച്ച് വെട്ടിയാൽ നമുക്കും ഒരു തീരുമാനമില്ലാതെ വരും. എപ്പോഴും ആ സ്കെയിൽ ഉപയോഗിച്ച് ചോക്കും ഉപയോഗിച്ച് തന്നെ വെട്ടുക. 14.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അടിവശം മടക്കി അടിക്കാനുള്ളൊരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്കെയിൽ കൊണ്ട് വരച്ചെടുത്തതിന് ശേഷം മാത്രം വെട്ടിയെടുക്കുക. സ്വന്തമായിട്ട് നമ്മൾ വെട്ടി തയ്ക്കുമ്പോൾ നമുക്ക് ആ മെഷീനിൽ ഇരുന്ന് തന്നെ പോരായ്മ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ടൈലറിന് നമ്മൾ വെട്ടി കൊടുക്കുമ്പോൾ എപ്പോഴും വളരെ വൃത്തിയായ രീതിയിലും അവർക്ക് ചോക്ക് മാർക്ക് ഇട്ട് തന്നെ കൊടുക്കണം. കാരണം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു അളവല്ലായിരിക്കും അവർ തയ്ക്കാൻ നേരം പിടിക്കുന്നത്. അപ്പം നമ്മൾ ചോക്ക് മാർക്ക് ഇട്ട് അവർക്ക് സ്കെയിലിന് വരച്ച് കൊടുക്കുക. തീർച്ചയായിട്ടും അവർ അതിൽ തന്നെ പിടിക്കുകയും ചെയ്യും. നമ്മൾ തേച്ചെടുക്കുന്ന സാധനം വളരെ വൃത്തിയായി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കസ്റ്റമറിന് കുറച്ചും കൂടെ ഒരു ഇതാകും. ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എപ്പോഴും തയ്യലാണെങ്കിലും മറ്റ് ജോലിയാണെങ്കിലും പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ മാർക്ക് കൊടുക്കുക. അടിവശത്തും മേൽവശവും സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. ഈ മാർജ് കൊടുക്കുമ്പോൾ ഉള്ള ഗുണം ഒരു ടൈലറിന് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ എത്ര ഇഞ്ചാണ് അടിവശം മടക്കിയെടുക്കാൻ ഇട്ടിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. നമ്മളോട് ചോദിച്ചില്ലെങ്കിലും അവർക്ക് ആ മാർജിൻ അനുസരിച്ച് തയ്ക്കുമ്പോൾ പിടിക്കാൻ പറ്റും. എന്നിട്ട് അടിവശം നമ്മൾ എത്ര ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ അടിവശം ഒരു 9 ഇഞ്ച് കൊടുത്തു. 9 ഇഞ്ച് മേൽവശത്തോട് വന്നപ്പോൾ നമ്മൾ 13 ഇഞ്ച് 12 ഇഞ്ച് ലൂസ് വരും. അടിവശത്തെ ലൂസ് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി കൊടുത്താലും കുഴപ്പമില്ല. ഹാം ഗോൾ നമ്മൾ അളന്ന പ്രകാരമുള്ള മാർക്ക് ചെയ്യുക എത്ര വന്നിട്ട്. എന്നിട്ട് ഷേപ്പ് സ്കെയിൽ ഇപ്പോൾ അതുപോലത്തെ ഒരു ഷേപ്പ് സ്കെയിൽ ഈ ഷേപ്പ് സ്കെയിലിന് തന്നെ നമ്മൾ കൈ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കൈയുടെ ഒരു ഷേപ്പ് പിറ്റേ സൈഡിൽ അതിൻ്റെ പുറകുവശം വെച്ചുകൊണ്ട് തന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഷേപ്പ് ഒന്ന് മനസ്സിലാവും. 3.5 ഇഞ്ച് താഴ്ത്ത് വേണം കുഴിവെടുക്കാൻ. 3.5 ഒരു 3.5 താഴ്ത്ത് അവിടെ നിന്ന് നമുക്കൊരു വര വരയ്ക്കാം. വരച്ച് കഴിയുമ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഹാം ഗോൾ ടോപ്പിൻ്റെ ഹാം ഗോളുമായ അളന്നത് എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ മനസ്സിലാകുമ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ടോപ്പ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം കൈ ഒരു കാരണവശാലും നമുക്ക് കൂടത്തില്ല. ടോപ്പ് വെട്ടി ഹാം ഗോൾ അളന്നതിന് ശേഷം മാത്രമേ നമ്മൾ കൈ വെട്ടാവുള്ളൂ. ഇനി വെട്ടിയെടുക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് കൈ അതുപോലെ റിഗാൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ടൈലറിന് എപ്പോഴും അടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. റിഗാൾ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ സെൻറ്റർ മിസ്റ്റേക്ക് വരാതെ തന്നെ അത് നമുക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും. പിന്നെ കൈ കുഴിച്ച് വെട്ടുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആ മാർജിൻ കൊടുത്തിരിക്കുന്ന ചിലർ 1 ഇഞ്ചൊക്കെ കൊടുക്കും. ആ 1 ഇഞ്ച് തള്ളിയിട്ട് ഏകദേശം ഒരു 3/4 ഇഞ്ചോളം കുഴിക്കുന്ന വ്യക്തി വേണം നമ്മൾ ഫ്രണ്ട് കുഴിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെട്ടിയെടുക്കുക. അതിനുശേഷം സെൻറ്റർ മടക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ഫേസ് ഒന്നും കൂടെ ബാക്ക് സൈഡ് ക്ലിയർ ചെയ്ത് കൊടുക്കണം കൈയുടെ അളവ്. എന്നിട്ട് ഹാം ഗോൾ നമ്മൾ ടോപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കാം. ടോപ്പ് വെച്ച് നമ്മൾ റിഗാളും കൈയും തമ്മിൽ അളന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ടിരിക്കും. ഒരു കാരണവശാലും അത് കൂടുതലോ കുറവോ വരത്തില്ല. ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടുന്നത്. ഏകദേശമൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോ നിങ്ങളുടെ സംശയം കമൻറ്റായിട്ടിട്ട് ബാക്കി പറഞ്ഞുതരാം. താങ്ക് യു.